വെൽക്കം ടു അവർ മാത്സ് ക്ലാസ്. മൈ നെയിം ഈസ് സുനിത. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് റീഗ്രൂപ്പിംഗ് ആണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ 4 പ്രോപ്പർട്ടീസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ? അപ്പോൾ ഇന്ന് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാം. നമുക്ക് ആദ്യം പഠിക്കാനുള്ള പ്രോപ്പർട്ടിയാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ നമുക്കതിനെ മറ്റൊരു പേരിൽ വിളിക്കാം ഓർഡർ പ്രോപ്പർട്ടി. എൻ്റെ പ്രീവിയസ് ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും, അഡീഷന്റെ കേസിൽ നമ്മൾ ഇതുപോലെ പഠിച്ചതാണ്. ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അഡീഷനും പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ അഡീഷന്റെ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആണ്. എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കൂ. ഇഫ് വി മൾട്ടിപ്ലൈ ദ നമ്പേഴ്സ് ഇൻ എനി ഓർഡർ ദ പ്രൊഡക്റ്റ് വിൽ ബി ദ സെയിം. ഇതിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല്, if we multiply the numbers in any order, ഇതാണ് നമ്മൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. any order അല്ലേ, അതായത് നമുക്ക് നമ്പേഴ്സിനെ ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും എന്താണ്, the product will be the same, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ഒന്ന് തന്നെ ആയിരിക്കും. ഓർഡർ നമ്മൾ ചേഞ്ച് ചെയ്തു എന്ന് കരുതി ഒരിക്കലും നമ്മുടെ ആൻസറിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അതാണ് നമ്മൾ ഏത് പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളെ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അതർവൈസ് വി ക്യാൻ സേ ഓർഡർ പ്രോപ്പർട്ടി. ഓക്കെ അല്ലേ? നോക്കൂ, എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി? ഇഫ് വി മൾട്ടിപ്ലൈ ദ നമ്പേഴ്സ് ഇൻ എനി ഓർഡർ. എനി ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്പേഴ്സിനെ നമുക്ക് ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഓർഡർ മാറ്റി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതാണ് നമ്മൾ ഓർഡർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കാം. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഇപ്പം 4 into 2 ഇല്ലേ, 4 into 2, 4 2s are എത്രയാണ്? 4 2s are 8 അല്ലേ. അപ്പൊ നമുക്ക് 4ഉം 2ഉം തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ് ഇല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്ത് നോക്കാം? ഓർഡർ നമ്മൾ നേരെ ചേഞ്ച് ചെയ്യുക. അപ്പൊ ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 into 4 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? 2 into 4 എന്ന് എഴുതാം. അപ്പൊ ഈ 2 into 4 മൾട്ടിപ്ലൈ ചെയ്ത് 2 4s are എത്രയാണ്? 8. അപ്പൊ ഇതിൽ നമുക്ക് എന്താ മനസ്സിലായത്? നമ്മള് നമ്പേഴ്സിന്റെ ഓർഡർ ചേഞ്ച് ചെയ്തു. അപ്പൊ ചേഞ്ച് ചെയ്തപ്പം നമുക്ക് ഇവിടെ ആൻസറിന് ഡിഫറൻസ് വന്നോ? ഇല്ല. വി വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. നമുക്ക് എന്താ കിട്ടിയത്? ആൻസർ സെയിം ആണ്. ഇപ്പൊ വേറൊരു എക്സാമ്പിളോട് നമുക്ക് നോക്കാം. 5 into 3 അല്ലേ. 5 3s are എത്രയാണ് നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുക? 15 ഇല്ലേ. അപ്പൊ നമുക്ക് ഇനി ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലോ? ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 3 into 5. 3 into 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്ന ആൻസർ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? നമുക്ക് കിട്ടുന്നത് എന്താണ്? 15 ആണ്. കണ്ടോ? അപ്പൊ നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്തു എന്ന് കരുതി, കണ്ടോ ഇവിടെ ഫസ്റ്റ് 5ഉം സെക്കൻഡ് പൊസിഷൻ 3യുമാണ്. നേരെ നമ്മൾ തിരിച്ചെഴുതി അല്ലെ. 3യെ ആദ്യം കൊണ്ടുവന്നു, 5നെ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ എഴുതി. അപ്പൊ എങ്ങനെ ചെയ്തപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 15 തന്നെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും എന്താണ്? ദ പ്രോഡക്റ്റ് വിൽ ബി ദ സെയിം അല്ലെ. അതാണ് നമ്മൾ ഏത് പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓർഡർ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി നമുക്ക് അഡീഷന്റെ കേസിലും നമുക്ക് സാധ്യമായ ഒന്നാണ്. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കാം. അപ്പം നമ്മൾ രണ്ടാമത് പഠിക്കുന്ന പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി? എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് നോക്കാം. നോക്കൂ, ഇഫ് വി ഗ്രൂപ്പ് ദ നമ്പേഴ്സ് ഇൻ എനി ഓർഡർ ഇല്ലേ. നമ്മൾ പ്രീവിയസ് പ്രോപ്പർട്ടി എന്താ പഠിച്ചത്? നമ്പേഴ്സിന്റെ ഓർഡർ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമായിരുന്നു. ഇവിടെ എങ്ങനെയാണ്? നമ്പേഴ്സിനെ നമ്മൾ എന്താണ് ഗ്രൂപ്പ് ചെയ്തുകൊണ്ടാണ് അതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്യുന്നത്. നോക്കൂ,
ഇഫ് യു ഗ്രൂപ്പ് ദ നമ്പേഴ്സ് ഇൻ എനി ഓർഡർ ദ പ്രൊഡക്റ്റ് വിൽ ബി സെയിം. നമ്മൾ നമ്പേഴ്സിനെ നമുക്ക് പല രീതിയിൽ മാറ്റി മാറ്റി നമ്മൾ ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അങ്ങനെയാണെങ്കിലും അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. നമ്മൾ ഇവിടെ ഗ്രൂപ്പിംഗ് ആണ്, ഇവിടെ ഗ്രൂപ്പിങ്ങിലൂടെയാണ് നമ്മളിത് ഈ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 6 × 5 × 2. അപ്പൊ ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് ഏത് രണ്ട് നമ്പറിനെയാണ്? 5നെയും 2നെയുമാണ് നമ്മൾ ഇവിടെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. 6 നമ്മൾ അതേപോലെ എഴുതി, നമ്മൾ എപ്പോഴും ബ്രാക്കറ്റ്സിനുള്ളിലുള്ളതിനെയാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പൊ 5 2s എത്രയാണ്? 5 2s 10 ഇല്ലേ? ഇനി നമുക്ക് നോക്കാം. 6 × 10 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആൻസർ വരുന്നത് 60 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇതിനെ ഈ ഗ്രൂപ്പിംഗ് നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതുക. ഇപ്പൊ ഇവിടെ നമ്മൾ 6നെ ഐഡിയലായിട്ട് നിർത്തി 5ഉം 2ഉം ആണ് ഗ്രൂപ്പ് ചെയ്തത്. ഇനി നമുക്ക് 5നെ നിർത്തിക്കൊണ്ട് 6ഉം 2ഉം കൂടെ ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇത് ചെയ്ത് നോക്കാം. ഈക്വൽ ടു 5 × 6 2s എത്രയാണ്? 6 2s 12 ആണ് ഇല്ലേ? ഈ 5നെയും 12നെയും കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 60 തന്നെ കിട്ടും. നോക്കൂ, 12 × 5 5 2s 10 അല്ലേ? ക്യാരി ഓവർ 1 5s 5 പ്ലസ് 1 6. അപ്പം ഗ്രൂപ്പിംഗ് നമ്മൾ ചേഞ്ച് ചെയ്തപ്പോഴും ഈ 60 തന്നെയാണ് നമുക്ക് കിട്ടിയത് അല്ലേ? ഇനി നമ്മൾ ഒരു ഓർഡർ കൊണ്ട് നമുക്ക് മാറ്റി നോക്കാം. ഇപ്പൊ നമ്മള് ഗ്രൂപ്പിലുള്ള ആളാണ് 2. നമുക്ക് 2 നമ്മൾ ഐഡിയലായിട്ട് നിർത്തിക്കൊണ്ട് 5ഉം 6ഉം കൂടെ ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പം ഈക്വൽ ടു 2 × 6 × 5 എത്ര? 30 ഇല്ലേ? അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 2s അല്ലെ? 30 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 60. ഓക്കെ അല്ലേ? അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? നമ്മൾക്ക് ഗ്രൂപ്പിംഗ് ചെയ്തുകൊണ്ട് അല്ലെ, ഏത് രീതിയിലും നമുക്ക് നമ്പേഴ്സിനെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ അല്ലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പ്രോപ്പർട്ടി എന്ന് പറയുക? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഇഫ് യു ഗ്രൂപ്പ് ദ നമ്പേഴ്സ് ഇൻ എനി ഓർഡർ. നമ്മൾ ഈ നമ്പേഴ്സിനെ ഇവിടെ നോക്കും, ഇവിടെ 5ഉം 2ഉം ആണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തത്. ഇവിടെ 6ഉം 2ഉം ആയിരുന്നു. ഇവിടെ 5ഉം 6ഉം ആണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തത്. അപ്പൊ എങ്ങനെ വേണേലും തന്നിരിക്കുന്ന നമ്പേഴ്സിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സെയിം ആയിരിക്കും. ഇതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ? അപ്പൊ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കാം. മൾട്ടിപ്ലിക്കേഷന്റെ തേർഡ് പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാം. മൂന്നാമത്തെ പ്രോപ്പർട്ടിയുടെ പേരാണ് ഐഡന്റിറ്റി പ്രോപ്പർട്ടി. എന്താണ്? ഐഡന്റിറ്റി പ്രോപ്പർട്ടി. അപ്പൊ എന്താണ് ഐഡന്റിറ്റി പ്രോപ്പർട്ടി എന്ന് നോക്കിയാലോ. എനി നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 1. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനി നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 1, ദ പ്രൊഡക്റ്റ് ഈസ് ദ നമ്പർ ഇറ്റ്സെൽഫ്. എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് ആ നമ്പർ തന്നെ ആയിരിക്കും. ആ പ്രോപ്പർട്ടിക്ക് വിളിക്കുന്ന പേരാണ് ഐഡന്റിറ്റി പ്രോപ്പർട്ടി. അപ്പൊ ഐഡന്റിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എനി നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 1. ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ആ നമ്പർ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പൊ നമ്മള് ചെറിയ എക്സാമ്പിൾ നോക്കാം. 5 × 1 അല്ലേ? 5 × 1 എന്ന് പറഞ്ഞാൽ എത്ര? 1 5s 5. ഇനി 1 × 5 എന്ന് എഴുതിയാലും നമുക്ക് കിട്ടുന്ന ആൻസർ ഇത്ര തന്നെയാണ്, 5 ആണ് അല്ലേ? ഇനിയിപ്പോ 100 × 1 എന്ന് പറഞ്ഞാലോ, 100 × 1 എന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആൻസർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് 100 തന്നെ ആയിരിക്കും. ഇപ്പൊ 10 × 1 എന്ന് പറഞ്ഞാലും നമുക്ക് 10 തന്നെ ആയിരിക്കും ആൻസർ ലഭിക്കുക. അപ്പൊ നമ്മൾക്ക് എന്താണ് ഇതിൽ നിന്നും ഐഡന്റിറ്റി പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഏതൊരു നമ്പറിനെയാണോ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? ദ നമ്പർ ഇറ്റ്സെൽഫ്. ആ നമ്പർ തന്നെ ആയിരിക്കും. മനസ്സിലായോ? നോക്കൂ, എന്താ പഠിച്ചത്? എനി നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 1. ഏതൊരു നമ്പറിനെയാണോ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്,
നമുക്ക് കിട്ടുന്ന ആൻസർ അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ആ നമ്പർ തന്നെ ആയിരിക്കും. ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ് മക്കളെ? ഐഡന്റിറ്റി പ്രോപ്പർട്ടി. അപ്പൊ ഐഡന്റിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എനി നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 1. എനി നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 1, ദ പ്രൊഡക്റ്റ് ഈസ് ദ നമ്പർ ഇറ്റ്സെൽഫ്. ആ നമ്പർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ എത്ര നമ്പേഴ്സ് എടുത്താലും നമുക്ക് അങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പൊ 45 into 1 എന്ന് പറഞ്ഞാലും നമുക്ക് ആൻസർ 45 തന്നെ ആയിരിക്കും. 1 into 45 എന്ന് പറഞ്ഞാലും നമുക്ക് എത്രയാ കിട്ടുന്നത്? 1 into 45 എന്ന് പറഞ്ഞാൽ നമുക്ക് 45 തന്നെയാണ് കിട്ടുന്നത്. അപ്പം ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡന്റിറ്റി പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഒരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട്, അതുകൂടെ പഠിക്കും. നമ്മൾ നാലാമത്തെ പ്രോപ്പർട്ടിയാണ് പഠിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷന്റെ നാലാമത്തെ പ്രോപ്പർട്ടിയാണ് സീറോ പ്രോപ്പർട്ടി. എന്താണ് സീറോ പ്രോപ്പർട്ടി? സീറോ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഇഫ് വി മൾട്ടിപ്ലൈ എ നമ്പർ ബൈ 0, ദ പ്രൊഡക്റ്റ് ഈസ് ഓൾവേസ് 0. അതാണ് എന്ത്? സീറോ പ്രോപ്പർട്ടി. എന്താണ് സീറോ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇഫ് വി മൾട്ടിപ്ലൈ എ നമ്പർ ബൈ 0, ഏതെങ്കിലും ഒരു നമ്പറിനെ നമ്മൾ 0 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? 0 തന്നെ ആയിരിക്കും. അതാണ് നമ്മൾ ഏത് പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളെ? സീറോ പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് സീറോ പ്രോപ്പർട്ടി? ഇഫ് വി മൾട്ടിപ്ലൈ എ നമ്പർ ബൈ 0, ഒരു നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റ്? ദ പ്രൊഡക്റ്റ് ഈസ് ഓൾവേസ് 0. നമുക്ക് കിട്ടുന്ന ആൻസർ അല്ലെങ്കിൽ റിസൾട്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നതും 0 ആയിരിക്കും. നമ്മൾ എക്സാമ്പിൾ എഴുതി നോക്കാം. ഇപ്പൊ നമുക്ക് 12 into 0. 12 into 0 എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് തന്നെ ആയിരിക്കും? അതിന്റെ ആൻസർ 0 തന്നെ ആയിരിക്കും. ഇപ്പൊ 0 into 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആൻസർ 0 തന്നെ ആയിരിക്കും. ഇപ്പൊ 25 into 0 എന്ന് പറഞ്ഞാലും കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 തന്നെ ആയിരിക്കും. അപ്പൊ എന്താണ് സീറോ പ്രോപ്പർട്ടി? ഇഫ് വി മൾട്ടിപ്ലൈ എ നമ്പർ ബൈ 0. ഇപ്പൊ 12നെ നമ്മൾ 0 കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത്. നമുക്ക് കിട്ടിയ ആൻസർ 0 ആണ്. അപ്പൊ നമ്മൾ പ്രീവിയസ് പ്രോപ്പർട്ടിയിൽ എങ്ങനെയായിരുന്നു? 1 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സെയിം നമ്പർ തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. സീറോ പ്രോപ്പർട്ടിയിൽ എന്താണ്? ഏതൊരു നമ്പറിനെ നമ്മൾ 0 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നുവോ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. അപ്പൊ ഇതാണ് സീറോ പ്രോപ്പർട്ടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് മൾട്ടിപ്ലിക്കേഷന്റെ 4 പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചത്. ഏതൊക്കെയാണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഐഡന്റിറ്റി പ്രോപ്പർട്ടി ആൻഡ് സീറോ പ്രോപ്പർട്ടി. അപ്പൊ എന്റെ ക്ലാസ്സുകൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.